ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എം.ടി. വാസുദേവൻ നായർക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എം.ടി. വാസുദേവൻ നായരുടെ വീട്ടിൽ എത്തിക്കഴിഞ്ഞ് ഇപ്പോൾ അന്ത്യോപചാരം അർപ്പിക്കുകയാണ്. രാവിലെ 8 മണിക്ക് എത്തുമെന്നാണ് ആദ്യം അറിയിച്ചെങ്കിലും പിന്നീട് 10:30 മാറ്റുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ള മന്ത്രിമാരും മറ്റു ജനപ്രതിനിധികളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ അല്പസമയം മുഖ്യമന്ത്രി ഇവിടെ ചെലവഴിച്ച ശേഷം മടങ്ങും. സംസ്കാര ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും സംസ്കാര ചടങ്ങിന് ഔദ്യോഗിക ബഹുമതികളടക്കമുള്ള സംവിധാനങ്ങളോടുകൂടിയാണ് സംസ്കാര ചടങ്ങ് നടത്തുന്നത്. ഒപ്പം തന്നെ ഇവിടെ സർക്കാർ ഒരു വാഹനം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ വാഹനത്തിൽ ഇവിടെ നിന്നും വിലാപയാത്ര, ചെറിയൊരു വിലാപയാത്ര ഉണ്ട്, 1.5 കിലോമീറ്റർ നീളുന്ന ചെറിയ വിലാപയാത്രയായി നഗരത്തിന് പ്രധാനപ്പെട്ട മാവൂർ റോഡിലേക്ക് കൊണ്ടുപോകാനുള്ള ആലോചനയാണ് നടന്നത്. മുഖ്യമന്ത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളടക്കം ആശ്വസിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ രാത്രി തന്നെ ഈ മരണവാർത്ത അറിഞ്ഞ് മന്ത്രിസഭാ യോഗം അടക്കമുള്ള മറ്റ് പരിപാടികളും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പരിപാടികളും പാർട്ടി പരിപാടികളും ഒക്കെ റദ്ദാക്കി ഇന്നലെ തന്നെ ഇവിടെ എത്തിയിരുന്നു. ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം ഇങ്ങോട്ട് പുറപ്പെടുമെന്ന് അറിയിച്ചിരുന്നു. മറ്റു തരത്തിലുള്ള എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മുൻകൈയിൽ നടക്കുന്നുമുണ്ട്. കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ, സർക്കാർ ഉടമസ്ഥതയിലുള്ള മാവൂർ റോഡ് ശ്മശാനത്തിലാണ്. അത് നവീകരിച്ച ശ്മശാനമാണ്. അവിടെ അത് എം.ടിയോട് കൂടിയുള്ള അഭിപ്രായങ്ങൾ തേടിയ ശേഷമാണ് പ്രദീപ് കുമാർ എം.എൽ.എ, ഇതിന് തൊട്ട് മുമ്പത്തെ എം.എൽ.എ ആയിരുന്ന പ്രദീപ് കുമാർ അതിന്റെ കാര്യങ്ങൾ നിർവഹിച്ചിരുന്നതെന്ന് പ്രദീപ് കുമാർ മുമ്പ് നമ്മളോട് പറയുകയുണ്ടായി. ഒരുപക്ഷെ വളരെ ഒരു വൈരുദ്ധ്യമാകാം എം.പിയുടെ തന്നെ സംസ്കാരം അവിടെ നവീകരിച്ച ശേഷം ആദ്യമായി നടക്കുന്നതെങ്കിൽ പോലും ഈ കോഴിക്കോട് നഗര രൂപീകരണത്തിലടക്കം നഗരത്തിന്റെ വ്യത്യസ്തമായ കാര്യങ്ങൾ രൂപീകരണങ്ങളടക്കം ഈ ജനപ്രതിനിധികളൊക്കെ അദ്ദേഹത്തോട് സംസാരിക്കാറുമൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഇന്നിപ്പോൾ പ്രദീപ് കുമാർ സൂചിപ്പിച്ചത്. മുഖ്യമന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കാണുന്നത് ദൃശ്യങ്ങൾ കാണാം. ഈ വീടിന്റെ അകത്തേക്ക് അദ്ദേഹത്തിന്റെ എല്ലാ വിരുന്നുകാരെയും സന്ദർശകരെയും സ്വീകരിച്ചുന്ന അതേ വിരുന്നുമുറിയിൽ ചല്ലമറ്റ് കിടക്കുന്ന എം.ടിക്ക് മുമ്പിൽ ആണ് ഇപ്പോൾ മുഖ്യമന്ത്രി നിൽക്കുന്നത്. 2 ദിവസത്തെ ദുഃഖാചരണം സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ സർക്കാർ പരിപാടികളും മാറ്റിവെച്ചു. മന്ത്രിസഭാ യോഗവും മാറ്റിവെച്ചു. മലയാളത്തിൻ്റെ എക്കാലത്തെയും വലിയ എഴുത്തുകാരനോടുള്ള ആദര സൂചകമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ രാത്രി തന്നെ കണ്ണൂരിൽ നിന്ന് അദ്ദേഹം കോഴിക്കോട് എത്തി. ഇന്ന് രാവിലെ 8 മണിയെന്ന് ആദ്യം നിശ്ചയിച്ചു. പിന്നീട് ഇപ്പോൾ 10:30 അദ്ദേഹം എത്തുമെന്നാണ് അറിയിച്ചത്. അല്പം മുമ്പ് മുഖ്യമന്ത്രി കൊട്ടാരം റോഡിലുള്ള അദ്ദേഹത്തിൻ്റെ സിതാര വീട്ടിലെത്തി എം.ടിക്ക് അന്ത്യോപചാരം അർപ്പിക്കുകയാണ്. അദ്ദേഹം കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ, മന്ത്രി മുഹമ്മദ് റിയാസ്, മന്ത്രി എ.കെ. ശശീന്ദ്രൻ അടക്കമുള്ളവരും മുഖ്യമന്ത്രി പിണറായി വിജയന് ഒപ്പമുണ്ട്. 10 ദിവസം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ എം.ടി ഇന്നലെ രാത്രി 10 മണിക്കാണ് വിട വാങ്ങിയത്. 45 വയസ്സുള്ളപ്പോൾ 77 അദ്ദേഹം ഗുരുതരമായ രോഗബാധയെ തുടർന്ന് മരണത്തോട് മല്ലടിച്ചു. പിന്നീട് പല ഘട്ടങ്ങളിലും ഏറ്റവും ഒടുവിൽ കോവിഡ് കാലത്തടക്കം അദ്ദേഹത്തിന് ശാരീരിക വിഷമതകൾ ഉണ്ടായെങ്കിൽ പോലും അസാധാരണമായ കരുത്തോടെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായിരുന്നു പതിവ്. വാർദ്ധക്യം, അതിനുശേഷം മരണം, അതൊരു അനിവാര്യതയാണ്. അതിനെ ഭയക്കുന്നില്ല എന്ന് എം.ടി പറഞ്ഞിരുന്നു. എം.ടിക്ക് ഭയമില്ല. എം.ടി അത്തരം കാര്യങ്ങളെ ഒട്ടും കൂസലില്ലാത്ത വ്യക്തിയാണ്. അപാരമായ മനക്കരുത്തുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചില നിശ്ചയദാർഢ്യങ്ങളുണ്ട്, ചില നിഷ്കർഷകളുണ്ട്. പൊതുദർശനം, ആഘോഷപൂർവ്വമുള്ള വിലാപയാത്രകൾ, ഇതൊക്കെ ഒഴിവാക്കണമെന്ന് അദ്ദേഹം ബന്ധുക്കളോടും ഏറ്റവും അടുപ്പമുള്ളവരോടും പറഞ്ഞിരുന്നു. അത് അക്ഷരം പ്രതി അദ്ദേഹത്തിൻ്റെ ആസ്വാദകരും സർക്കാർ അടക്കമുള്ളവർ അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് വീട്ടിൽ മാത്രമാണ് അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള അവസരം. ഇന്ന് വൈകുന്നേരം 4 മണി വരെ. അതിനുശേഷം മാവൂർ റോഡ് ശ്മശാനത്തിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളുടെ സമയത്ത് മാത്രമാണ് ഔദ്യോഗിക ബഹുമതികളും അദ്ദേഹത്തിന് നൽകുന്നത്. അതും കുടുംബാംഗങ്ങളുടെ സമ്മതത്തോടെ, അനുവാദത്തോടെ. അങ്ങനെ താൻ ജനിച്ചു വളർന്ന് ജീവിച്ച കഥാപരിസരത്തും തൻ്റെ പ്രിയപ്പെട്ട കൂടല്ലൂരടക്കമുള്ള അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തൻ്റെ വേരിറ്റിയ മണ്ണിലടക്കം അദ്ദേഹം നേരത്തെ നിശ്ചയിച്ച രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതം പോലെ അദ്ദേഹത്തിൻ്റെ നീണ്ട കാലത്തെ ജീവിതവും അവസാനിക്കുകയാണ്.
കോഴിക്കോടാണ് MT എന്നുള്ള പത്രാധിപരെ, എഴുത്തുകാരനെ എല്ലാ അർത്ഥത്തിലും പാകപ്പെടുത്തുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജന്മദേശം തന്നെയാണ്. വിശ്വസാഹിത്യത്തെ ഇത്രമാത്രം അടുത്ത് കാണുകയും ആഴത്തിൽ പഠിക്കുകയും ചെയ്ത മറ്റൊരാളുണ്ടോ എന്ന് സംശയം നിലനിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ രചനകൾ, അദ്ദേഹത്തിൻ്റെ കഥാപരിസരങ്ങൾ, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളൊക്കെ ആ ചെറുദേശത്ത് ഒതുങ്ങി നിന്നു എന്നതാണ് സത്യം. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഷാജഹാൻ ഒപ്പമുണ്ട്. ഷാജഹാൻ, കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ശേഷം പുറത്തെ വരാന്തയിലിരുന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകളോട് ഈ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരുക്കങ്ങൾ ആണ് അദ്ദേഹം സംസാരിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നത്. അദ്ദേഹത്തോടൊപ്പം മന്ത്രി മുഹമ്മദ് റിയാസ് കൂടിയുണ്ട്. അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം ഗസ്റ്റ് ഹൗസിലേക്ക് തന്നെ തിരിച്ചു പോകും. സംസ്കാരത്തിന്റെ കാര്യങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രിയുമായി മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾ സംസാരിക്കുന്നത് കാണാമായിരുന്നു. അവിടെ മറ്റ് CPM ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളും ഉണ്ട്. മറ്റു ഉന്നത ഉദ്യോഗസ്ഥർ, പോലീസ് IG അടക്കമുള്ള സേതുരാമൻ അടക്കമുള്ള ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ട്. ഇപ്പോൾ യുവനേതാക്കളോടൊപ്പമാണ് മുഖ്യമന്ത്രി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കാണുന്നത്. ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് പോകുന്നു. ഈ ഇന്നലെ രാത്രി തന്നെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ ഇവിടുത്തെ മുൻ MLA PT പ്രദീപ് കുമാർ അടക്കമുള്ള ആളുകൾക്കൊക്കെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിന് നൽകിയിരുന്നു. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ്. MPയുടെ കുടുംബം നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള അതേ തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പാക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പൊതുദർശനത്തിന്റെ കാര്യത്തിലും പിന്നീട് നടക്കുന്ന അന്ത്യോപചാരം അർപ്പിക്കുന്ന കാര്യത്തിലും ഒക്കെ തന്നെ അത്തരത്തിൽ കൃത്യമായിട്ട് കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ തന്നെ കുടുംബവുമായി കൺസൾട്ട് ചെയ്ത് മാത്രം മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഒരു ബസ്സിൽ വിലാപയാത്ര പോലെ കൊണ്ടുപോകാൻ ആലോചിച്ചിരുന്നു. പക്ഷേ അത് വേണ്ട എന്ന് കുടുംബം പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ കൂടി അങ്ങനെ ഒരു പരസ്യമായ ഒരു മൃതദേഹം അങ്ങനെ പൊതുജനങ്ങൾ കാണാനായി പോകുന്ന വഴിയുള്ള സംവിധാനം ഏർപ്പെടുത്താൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതൊക്കെ എല്ലാ കാര്യങ്ങളും കുടുംബവുമായി ആലോചിച്ച ശേഷം മുന്നോട്ട് പോവുകയാണെന്നുള്ളതാണ്. ഏതായാലും മുഖ്യമന്ത്രി ഈ MPയുടെ വീട്ടിലേക്കുള്ള സന്ദർശനം അവസാനിപ്പിച്ച് ഇപ്പോൾ അദ്ദേഹം കാറിലേക്ക് കയറുകയാണ്. തിരിച്ച് കാറിലേക്ക് കയറി അദ്ദേഹം തിരിച്ച് ഗസ്റ്റ് ഹൗസിലേക്ക് തന്നെ പോവുകയാണ്. സംസ്കാര ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു വിഷയം മന്ത്രി മുഹമ്മദ് റിയാസ് കാര്യം അല്പം സമയത്തിനകം പറയുമെന്ന് കരുതുന്നു. ഏതായാലും ഈ മുഖ്യമന്ത്രിയുടെ ചെറിയൊരു ഹ്രസ്വ സന്ദർശനം അതിന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം ഈ വരാന്തയിൽ MPയുടെ സിതാര വീടിന്റെ വരാന്തയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം മറ്റ് കാര്യങ്ങളിലൊക്കെ തന്നെ നിർദ്ദേശങ്ങൾ നൽകി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ വാഹനം ഇപ്പോൾ ഇവിടുന്ന് തിരിച്ച് കഴിഞ്ഞു. വലിയ രീതിയിലുള്ള പോലീസ് ബന്ധോബസ്തൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ MPയുടെ കൊട്ടാരം റോഡിലെ വീട്ടിലേക്ക് കൂടുതൽ ജനപ്രവാഹം ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രാവിലത്തെ അപേക്ഷിച്ച് കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. വലിയൊരു ജനാവലി തന്നെ ഈ കൊട്ടാര റോഡിലേക്ക് ഒഴുകിയിരിക്കുന്നു. MPയിലെ വീട്ടിലേക്ക് കയറുന്ന ആ വഴി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ചെറിയ ഒരു 8-9 അടി വീതി മാത്രം ഉള്ള ഒരു വഴിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആൾത്തിരക്ക് നിയന്ത്രിക്കാൻ ഇനിയിപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നു തിരികെ. ഈ കൊട്ടാര റോട്ടിൽ മറ്റു തരത്തിലുള്ള ഒരു സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ നിഷ്കർഷപ്രകാരം ഇതിന് ഏതെങ്കിലും തരത്തിൽ ഒരു ആഘോഷപ്പൊലിമയോ അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്ന രീതിയിലൊന്നും ഉണ്ടാകാൻ പാടില്ലെന്നുള്ള കർശനമായ നിർദ്ദേശം ഒരുപക്ഷെ MDക്ക് തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ടും ഇത്തരത്തിൽ ഒരു ഔപചാരികതയും ഇല്ലാതെ ആളുകൾക്ക് വന്ന് അന്ത്യോപചാരം അർപ്പിച്ചു പോകാനുള്ള ഈ റീത്തുകൾ പോലും സമർപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പൊതുദർശനം വേണ്ട എന്നതിനൊപ്പം തന്നെ ഇത്തരത്തിൽ റീത്തുകളൊന്നും സമർപ്പിച്ച് അങ്ങനെ ഒരു പ്രകടനം വേണ്ട, അത്തരത്തിലൊരു വൈകാരികത വേണ്ട എന്നുള്ള നിർദ്ദേശവും കൂടി MT നൽകിയിരുന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ശേഷം മുഖ്യമന്ത്രി ഭാര്യയോടും മകളോടും സംസാരിച്ചിരുന്നു. ഇവിടെ എത്തിയ ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പേരിൽ മാത്രമാണ് റീത്ത് സമർപ്പിച്ചിരിക്കുന്നത്. മറ്റാരും ഇവിടെ റീത്ത് സമർപ്പിക്കുന്നുമില്ല എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്.